അടിക്കാത്തെ? ഇനി തേച്ചൊട്ടിക്കുന്നുണ്ടാവോ ആരെങ്കിലും? എന്താ എന്താ ഒരു ശബ്ദം? ഫോൺ റിങ് ചെയ്യണുണ്ടോ? ഉനക്കാകവായ നനக்கிறேன் ഉസിരോട് വാസം പിടിக்கிறேன். അയ്യോ, ഇതെന്താ അമ്മയുടെ ഫോൺ റിങ് ചെയ്യാണല്ലോ. അയ്യോ, നല്ല ബെസ്റ്റ് പാട്ട്. എത്രയും പെട്ടെന്ന് ഈ റിംഗ് ടോൺ ചേഞ്ച് ചെയ്യണം. അപ്പൻ എങ്ങാനും ഈ അവസ്ഥയിൽ കേട്ടാൽ ചിലപ്പോൾ വാഴ വെച്ച് കളയും. പറയാൻ പറ്റില്ല, അതാ. അന്നു, എടി അന്നു, ദേ വീണ്ടും ഫോൺ അടിക്കുന്നു. ആ അമ്മേ, ദാ വന്നു. ഹലോ ലച്ചു, ഡി എന്തായിടി? ഹലോ ഡി, താങ്ക് ഗോഡ്, എല്ലാവരും പാസ്സായി. നിനക്ക് 6 A+ ഉണ്ട്. ഒരു എയും പിന്നെ 2 B+ഉം പിന്നെ ഒരു C+. അയ്യോ എൻ്റെ അമ്മേ, C+ മാത്സിനാകുമല്ലേ? കടവുളേ, കമോൺ എവരിബഡി. എന്തുവാടി ഇത്? ഹിഹി, എടി ലച്ചു, സത്യം പറയാലോ, മാത്സ് കയ്യാലപ്പുറത്തെ തേങ്ങ ആയിരുന്നടി. പാസ്ബോർഡിൽ തന്നെ വീണല്ലോ, ഭാഗ്യം. ആട്ടെ, ബാക്കി റിസൾട്ട് പറ, കേക്കട്ടെ. ആ, എനിക്ക് 4 A+, 2 B+, 4 B. പിന്നെ സുമിക്ക് 3 A+, 2 A, 1 B+, 4 B. അമ്മുവിന് 2 A+, 4 A, 2 B+, പിന്നെ 2 B. ഡീ, ഡീറ്റെയിൽ ആയിട്ട് ആൻറ്റിയുടെ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്, നോക്കണേ. ഡീ ലച്ചു, കാലനാണോ ഡീ? റിസൾട്ട് നോക്കിയേ. പിന്നല്ലാതെ, എൻ്റെ ചേട്ടനായോണ്ട് പറയല്ലടി, അസല് വെട്ടുപോത്താടി, വെട്ടുപോത്ത്. റിസൾട്ട് വന്നതിന് ശേഷം അങ്ങോട്ട് പൂരപ്പാട്ടും കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടും ആയിരുന്നടി. എന്തിനു പറയുന്നു, ഡപ്പാങ്കുത്ത് വരെ അയാൾ ടെലികാസ്റ്റ് ചെയ്തു. ഇപ്പൊ കുളിക്കാൻ പോയേക്കുവാ. കുളി കഴിഞ്ഞ് വന്നിട്ടാകും റിപ്പീറ്റ് ടെലികാസ്റ്റ്. എനിക്ക് വെയ്യടി. അയ്യോ, അപ്പൊ സീൻ കോൺട്രയാണല്ലേ? സുമിച്ചിയും അമ്മും ഒക്കെ അറിഞ്ഞോ? എൻ്റെ പൊന്നന്നു, നീ അവരെയൊന്നും വിളിക്കാൻ നിൽക്കല്ലേ. റിസൾട്ട് പറയാൻ വിളിച്ച് എനിക്ക് കിട്ടി ബോധിച്ചു. അമ്മാതിരി റിസൾട്ട് അല്ലേ. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു. ആ, എല്ലാം പോയി കിട്ടി. എങ്കിലും പാസ്സായല്ലോടി, അതുപോരെ. ആട്ടെ, പട്ടാളം വിളിച്ചായിരുന്നോ? എൻ്റെ പൊന്നോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. കാശ്മീരിലായോണ്ട് അങ്ങോട്ട് ബോംബ് ഇട്ടില്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാം കിട്ടി ബോധിച്ചു. അപ്പനാടി ഇവിടുത്തെ വിഷയം. മാത്സ് അപ്പൻ്റെ എല്ലാ പ്രതീക്ഷയെയും തോൽപ്പിച്ചു കളഞ്ഞു. C+. ആ അന്നു, പിന്നെ നാളെ മോർണിംഗ് 11 മണിക്ക് കോൺഫറൻസ് കോൾ ചെയ്യാം. ഇന്ന് ഇച്ചിരി നിഷ്കൊക്കെ വാരി അങ്ങ് എറിഞ്ഞേക്ക്. നാളെ വിളിക്കാട്ടോ. ബൈ ബൈ. എന്ത് നിഷ്കോ? ആടി, നിഷ്കളങ്കത. ഞാൻ അതാ ഉദ്ദേശിച്ചേ. എടി പൊട്ടി, നിനക്കത് മനസ്സിലായില്ലേ? ആഹാ, അങ്ങനെയാണല്ലേ. എന്നാൽ ഞാനത് കുറച്ച് അധികം വാരി എറിഞ്ഞോളാം. ആ, അപ്പം നാളെ കാണാം. ഓക്കെ ഓക്കെ, ബൈ എടി. അന്നു, റിസൾട്ട് എന്തായിടി? പറയ്, ജയിച്ചോ? ഓ, മാതാവ് ആഗതയായോ? യെസ് അമ്മേ. 6 A+, 1 A, 2 B+, പിന്നെ ഒരു C+. C+ഓ? അതെ, മാത്സിന്. പിന്നെ മാത്സിന് എത്ര പേരെന്നറിയോ തോറ്റേ? ഇതിപ്പോ ജയിച്ചില്ലേ, അതിന് സന്തോഷിക്കാം. അതുകൊണ്ട് അമ്മ സന്തോഷിച്ചാട്ടെ, സന്തോഷിച്ചാട്ടെ. പിന്നെ അപ്പനോടൊന്ന് പറഞ്ഞേക്കണേ. അപ്പൻ അറിഞ്ഞും കാണും. ലഡു വാങ്ങാൻ പ്രത്യേകം പറയണേ. ജയിച്ചതല്ലേ, ഇനി മധുരം അല്പം ആകാം അല്ലേ? അയ്യോ എൻ്റെ അമ്മേ, പോരാളി ഉണർന്നോ? വേഗം എസ്കേപ്പ് ആകാം, അതാ നല്ലത്. ഇല്ലെങ്കിൽ കയ്യിലെ സീല് ചിലപ്പോ മുതുകത്ത് പതിയും. ആ അമ്മേ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാവേ. എല്ലാവരോടും റിസൾട്ട് ഒന്ന് പറഞ്ഞേക്കണേ. ഇതിപ്പോ ഉറക്കവും കഴിഞ്ഞു, വിസ്താരക്കുളിയും കഴിഞ്ഞു. അമ്മ ഇതുവരെ വിളിച്ചില്ലല്ലോ. ആ, ഒരു കണക്കിന് അപ്പന് 2 നില വീട് കെട്ടാൻ തോന്നിയത് നന്നായി. ഇല്ലേൽ താഴെ നിന്ന് നാറി ആകെ അവിഞ്ഞേനെ. 7 മണിയായി. സാധ്യത തുടങ്ങിക്കാണും. വേണ്ട, ഇന്നിന് TV ഇടുന്നത് ഇഞ്ചറി ടു ഹെൽത്ത് ആണ്. ഏതായാലും താഴേക്കൊന്ന് പോയി നോക്കാം, എന്താ വിവരം എന്നറിയാലോ. അയ്യോ പപ്പ, പപ്പ എപ്പോഴാ വന്നേ? മനുഷ്യനെ നാണം കെടുത്താൻ എന്തിനാ ഇതിനെയൊക്കെ പഠിപ്പിക്കണേ? വാങ്ങിച്ചു വെച്ച റിസൾട്ട് കണ്ടില്ലേ, തൊലി ഉരിഞ്ഞു പോയി. ആ അപ്പുവിന്റെ മോൾക്ക് ഫുൾ A+ആ. വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. മാത്സിന് ജസ്റ്റ് പാസ്സാണ്, അറിഞ്ഞോ? എന്തിന്റെ കുറവാ അവൾക്ക് ഇവിടെ? എടുത്ത് തലയിൽ വെച്ചോ. ഓ മൈ ഗോഡ്, പോരാളി ഉണർന്നു.
10 തന്നെ ഇവൾ തുഴഞ്ഞാ ജയിച്ചേ. ഇനി അങ്ങോട്ടോ? എൻ്റെ ദൈവമേ, എനിക്ക് വയ്യ. അപ്പാ, അത് പിന്നെ മാത്സ് കുറച്ച് പാടായിരുന്നു. അതിനല്ലടി നിനക്ക് എല്ലാ സബ്ജക്റ്റിനും സ്പെഷ്യൽ ട്യൂഷൻ തന്നെ. ഉടായ്പ് 4 കണക്കാ, ഒന്നിനും മാർക്കില്ല. പപ്പ, ഇത്തവണത്തേക്ക് പ്ലീസ്, അടുത്ത തവണ വാങ്ങാം പ്ലീസ് അപ്പ. ഇനി +2 ഒക്കെ കിടക്കുമല്ലേ, ഞാൻ നല്ല മാർക്ക് സ്കോർ ചെയ്തോണ്ട് പ്ലീസ്. ദേ, എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ, അവളുടെ ഒരു +2. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനിയെങ്കിലും നന്നായി പഠിക്കാൻ നോക്ക്. അവരവര് പഠിച്ച അവരവർക്ക് കൊള്ളാം, അത് തന്നെ. പപ്പ, നേരത്തെ ഫുഡും കുത്തിക്കയറ്റി റൂമിൽ വന്നത് നന്നായി. ഇല്ലേൽ ബാക്കി കൂടി കേൾക്കേണ്ടി വന്നേനെ. ഇനി ഉറങ്ങാം. നിദ്രാദേവി കടാക്ഷിക്കണേ. രാവിലെ എണീറ്റിട്ട് വേണം ചില നിർണായക തീരുമാനങ്ങളൊക്കെ എടുക്കാൻ.